ഇനി ആശാവർക്കർമാർ സമരത്തിലേക്കാണ്. അവരുടെ സമരം തുടങ്ങിയിട്ട് 9 ദിവസമായി. ഇപ്പോഴും ഈ സമരത്തോട് സർക്കാർ മുഖം തിരിക്കുന്നു എന്നാണ് അവരുടെ പരാതി. ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നാണ് ആരോഗ്യവകുപ്പ് നിലപാടെടുത്തത്. ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആശാവർക്കർമാർ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തു. ഈ ആശാവർക്കർമാരുടെ സമരം നടക്കുന്ന തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടയിൽ നിന്ന് AV ജയശങ്കർ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ആശയറ്റ അവസ്ഥയിലാണോ ഈ ആശാവർക്കർമാർ ഇപ്പോൾ? ഗുഡ് മോർണിംഗ് SKN. ഈ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ 9 ദിവസമായി സമരം നടത്താൻ തുടങ്ങിയിട്ട്. പക്ഷേ സർക്കാർ ഇതിനോട് ഇതുവരെ ഒരു അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഈ ആരോഗ്യമന്ത്രി ആശാവർക്കർമാരുമായി ചർച്ച നടത്തിയിരുന്നു. പക്ഷേ അവരുന്നയിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സാധിക്കില്ല, തനിക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാനാകില്ലെന്നൊരു നിലപാടാണ് മന്ത്രി സ്വീകരിച്ചത്. തത്വത്തിൽ ആശാവർക്കർമാരെ കൈയൊഴിയുന്ന ഒരു നിലപാടാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നത്. ധനമന്ത്രിയും ആശാവർക്കർമാരെ തള്ളുന്ന തരത്തിൽ നിലപാട് സ്വീകരിച്ചു. ഏറ്റവും ഒടുവിൽ ആശാവർക്കർമാർ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെടണം, തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട നിവേദനം മുഖ്യമന്ത്രിക്ക് ഇവർ നൽകിയത്. മുഖ്യമന്ത്രി ഇടപെട്ട പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നാണ് നിലവിൽ ഇവരുടെ ആവശ്യം. എന്തായാലും ഈ പകൽ സമയത്ത് തിരുവനന്തപുരത്ത് വലിയ ചൂടാണ്. ഈ ചൂടിനെ അതിജീവിച്ചാണ് അവർ കഴിഞ്ഞ 9 ദിവസമായി സമരം നടത്തിയത്. രാത്രി സമയത്ത് നേരെ വിപരീത കാലാവസ്ഥയാണ്, വലിയ തണുപ്പാണ്. ആ തണുപ്പത്തും അവർ സെക്രട്ടേറിയറ്റ് നടയിൽ ഉറങ്ങിക്കൊണ്ടാണ് തങ്ങളുടെ സമരം തുടർന്നത്. നാളെ ഇതുമായി ബന്ധപ്പെട്ട മഹാസംഗമം ഉൾപ്പെടെ ആശാവർക്കർമാർ സംഘടിപ്പിക്കുന്നുണ്ട്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നുള്ള ആശാവർക്കർമാർ ഈ പ്രതിഷേധ പരിപാടിയുടെ ഭാഗമാകും. എന്തായാലും അവർക്ക് എന്ത് പറയാനുണ്ടെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. ചേച്ചി, 9ാം ദിവസമാണ് സമരം. സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. മുഖ്യമന്ത്രിയെ നിങ്ങൾ സമീപിച്ചിരിക്കുന്നു, പ്രശ്നപരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. സമരം ശക്തമായി തുടരുമോ? ശക്തമായി തുടരുമെന്നുള്ളത് നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് 10-ാം തീയതി ഇവിടെ വന്നത്. 10-ാം തീയതി മുതൽ നമ്മൾ സമരം ആരംഭിച്ചത്. എന്തായാലും 20-ാം തീയതി കേരളത്തിലെ പരമാവധി ആശമാർ ഇവിടെ വരാനുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത്. 20-ാം തീയതി വന്നു കഴിഞ്ഞാൽ ആശമാർ തിരിച്ചു പോകില്ല, ഇവിടെ തന്നെ ഇരിക്കും. തീരുമാനം ഉണ്ടാകുന്നത് വരെ ഇവിടെ ഇരിക്കാൻ തയ്യാറായി. കേരളത്തിൽ മുഴുവൻ പണിമുടക്കാണ് 20-ാം തീയതി മുതൽ. മൊത്തം എല്ലാ ജില്ലകളിലും പണിമുടക്ക് കൊണ്ട് 20-ാം തീയതി മുതൽ സമ്പൂർണ്ണ പണിമുടക്കിലേക്ക് പോയിക്കൊണ്ട് വരുന്ന ആശമാർ ഇവിടെ ഇരിക്കും, പോകില്ല. ഈ മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെട്ട് പരിഹാരം കാണുമെന്ന് തോന്നുന്നുണ്ടോ? നമ്മൾക്ക് നമ്മുടെ മുഖ്യമന്ത്രിയോടല്ലേ പറയാനുള്ളത്. നമ്മൾ പറഞ്ഞിരിക്കുകയാണ്, അദ്ദേഹം ആലോചിച്ച് തീരുമാനം അറിയിക്കട്ടെ. തീർച്ചയായിട്ടും ഞങ്ങൾ കാത്തിരിക്കുകയാണ്. എന്തായാലും SKN, അതാണ് ഇവർ പറയുന്നത്. 20-ാം തീയതി ഇങ്ങോട്ട് സമരത്തിനെത്തുന്ന മഹാസംഗമത്തിനെത്തുന്ന ആശമാർ ഒരിക്കലും ഇവിടെ നിന്ന് തിരിച്ചു പോയില്ല. പണിമുടക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് പൂർണ്ണമായി സെക്രട്ടേറിയറ്റ് മുന്നിൽ അവകാശങ്ങൾ നേടിയെടുക്കുന്നവരെ സമരം ചെയ്യും. ഈ തങ്ങളുടെ ശമ്പള കുടിശ്ശിക ഉൾപ്പെടെ വേതന വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം. SKN, ഇത് തികച്ചും ന്യായമായൊരു സമരമാണ്. കാരണം കോവിഡ് കാലത്ത് ഉൾപ്പെടെ സ്വന്തം ആരോഗ്യം പണയം വെച്ച് നമുക്ക് വേണ്ടി പൊതുനിരത്തിൽ ഇറങ്ങി പണിയെടുത്ത അമ്മമാരും സഹോദരിമാരുമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇത്തരം സമരം നടത്തുന്നത്. ഈ സമരത്തിൽ കൃത്യമായി സർക്കാർ ഇടപെടേണ്ടിയിരിക്കുന്നു. 100% ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഈ സ്ത്രീകൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കാലാവസ്ഥ പോലും വകവയ്ക്കാതെ പ്രതിഷേധിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെടുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. SKN. ഓക്കെ, AV ജയശങ്കറാണ് സെക്രട്ടേറിയറ്റ് നടയിൽ നമുക്കൊപ്പം ചേർന്ന്. എന്തായാലും ഒരു കാര്യം നമുക്ക് പറയാനുള്ളൂ, ഈ ആശാ വർക്കേഴ്സിനെ, ഈ സ്ത്രീകളെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഇരുത്തരുത്. കാരണം അവർ ഈ സമൂഹത്തിൽ നൽകുന്ന സേവനം വളരെ വലുതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായല്ലോ ഇവർ മുന്നിൽ രാപ്പകൽ സമരം നടത്തിയിട്ട്. ഈ വീടാന്തരം കയറിയിറങ്ങി ആശാവർക്കർമാർ നടത്തുന്ന സേവനം നമുക്കറിയാം. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സംസ്ഥാനത്ത് ഏതാണ്ട് 30,000-ത്തിലധികം ആശാ വർക്കേഴ്സ് ഉണ്ട്. ഇതൊരു സ്ഥിരം ജോലിയുമല്ല. സർക്കാർ ഇവരുടെ പ്രശ്നങ്ങൾ കാണണം, കേൾക്കണം, അനുഭാവത്തോടെ പരിഗണിക്കുകയും വേണം. ഇത്തരം ചെറിയ വരുമാനക്കാരുടെ വേതനം മുടങ്ങില്ലെന്ന് സർക്കാർ ഉറപ്പുവരുത്തണം. ഇവരുടെ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്താണ് സ്ത്രീകളുടെ കാര്യത്തിലൊക്കെ നമുക്ക് പ്രഥമ പരിഗണനയുണ്ട് എന്ന് പറയുന്നതിൽ പ്രസക്തി? എന്തായാലും എളുപ്പം മുഖ്യമന്ത്രിക്ക് കൂടി അവർ നിവേദനം കൊടുത്ത സ്ഥിതിക്ക് മുഖ്യമന്ത്രി ഇതിൽ നേരിട്ട് ഇടപെടും എന്ന പ്രതീക്ഷയിലാണ് 24.